കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തുനിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 1 Thessalonians chapter 4 verse 16 and 17. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവജനം മശിഹായുടെ ജനനത്തിനായി ഒരുങ്ങിയതുപോലെ നമ്മൾ കർത്താവിൻ്റെ രണ്ടാം വരമ്പിൽ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ സ്വർഗരാജ്യം അവകാശമാക്കിയ ആ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ നമുക്കും നമ്മളെ തന്നെ ഒരുക്കാം. ഷാലെ മാർത്തോമ ചർച്ച് സൗത്താംപ്ടൺ സേവിക സംഘം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു 10 കന്യകമാർ, ദ 10 വെർജിൻസ്. വേഗം വാ, നമ്മൾ അല്പം താമസിച്ചു എന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ലല്ലോ. ഇനി യജമാനൻ വന്നോ? എല്ലാരും പോയോ? ശോ, ഏയ്, ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയായി നോക്കിയിരിക്കുന്ന നമുക്ക് ഒരിക്കലും ഈ ദിവസം മിസ്സാകത്തില്ല. ആരെയും കാണാത്തതുകൊണ്ടൊരു സംശയം. ഒട്ടും സംശയിക്കണ്ട. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഇന്നും നമ്മൾ മണവാളനൊപ്പം കല്യാണ സദ്യയിൽ പ്രവേശിച്ചിരിക്കും, എനിക്കുറപ്പാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിളക്ക് താഴ്ത്തി ഉറങ്ങാതിരിക്കാൻ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കാം. അതെ, എണ്ണയുണ്ട്. എന്നാലും തികയാതെ വന്നാലോ? നമുക്ക് വിളക്ക് താഴ്ത്തി ദൈവത്തെ സ്തുതിച്ചിരിക്കാം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുടരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുടരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും. എനിക്ക് അന്നേരം അറിയായിരുന്നു അങ്ങനെ തന്നെ വരുമെന്ന്. ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാ. അത് തന്നെ, എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും. ഇതെവിടുന്ന് അടി ഡ്രസ്സ്? ഇത് കൊള്ളാമല്ലോ. ഇന്നൊരു ഇച്ചിരി അടിപൊളിയായിട്ട് വരണ്ടേ? ഞാനതൊന്ന് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താ. 100 പൗണ്ടായി കേട്ടോ. 100 പൗണ്ടോ? കുട്ടുമോനെ കൊണ്ടുവന്നിട്ടുണ്ടോ? കുട്ടുമോനെ, എന്നാ ഉണ്ടടാ വിശേഷം? കുട്ടുമോന് വയ്യാടി, എന്തോ പറ്റി? ഡയറി ആയിട്ടിരിക്കുക. അയ്യോ, ഡോക്ടറിനെ കാണിച്ചിട്ട് വരുക. ഇവനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 വീക്ക് കെയറേഴ്സ് ലീവ് എടുത്തിരിക്കുക. അമ്പടി കള്ളി, കിട്ടിയ അവസരം മുതലാക്കിയല്ലേ? പിന്നല്ല. എടി റോസി, നിക്കടി അവിടെ. എന്തൊരു സ്പീഡാ ഇവർക്ക്. അതേ, അവളുടെ പേര് റോസമ്മയെന്നാ. UK വന്നപ്പോൾ സ്റ്റൈല് കൂടിയിട്ട് അങ്ങ് പേരങ്ങ് ഷോർട്ടാക്കി റോസി എന്നാക്കി. റോസി എന്ന് പറഞ്ഞാൽ അവിടെ വയസ്സ് കുറയുന്ന അവിടെ വിചാരമാണ്. നിന്ന് സമയം പോയി, ഞാൻ പോകട്ടെ കേട്ടോ. ഇതെന്തോന്നാ ഈ കാണിക്കുന്നേ? ഓടി ഓടി എൻ്റെ നടു പോയി. നിങ്ങളെ വിളിച്ചാലോട്ട് കേൾക്കുകയുമില്ല. എന്തുവാ ഇത്രയും തിരക്ക്? ഞങ്ങളിങ്ങനെ നമ്മുടെ പള്ളിയുടെ കാര്യം പറയുമായിരുന്നു. അതാ നീ വിളിച്ചത് കേൾക്കാഞ്ഞേ. എന്ത് പറ്റി? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അതോ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫുഡ് സെയിൽ അല്ലായിരുന്നോ? ആരാണ്ടോ പറഞ്ഞെന്ന് ബിരിയാണിക്കകത്ത് ഇച്ചിരി അരി കൂടിപ്പോയെന്നോ, എല്ലും കപ്പയ്ക്കകത്ത് 2 എല്ല് കുറഞ്ഞു പോയെന്നോ, ഇതൊക്കെ പറയുമായിരുന്നു. അതാരടി ആ പറഞ്ഞത്? ഞാനും കേട്ടായിരുന്നു, ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഇവരെപ്പോഴും പാട്ടും പ്രാർത്ഥനയല്ലായോ? മറ്റേ 2 പേരും അവരെ കണ്ടില്ലല്ലോ. ഇപ്പം വരുവടി ഒരുങ്ങി ചമഞ്ഞൊക്കെ. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പ് സോങ് ഒന്ന് ട്രൈ ചെയ്താലോ? വേണോടി? പാടി പാടി എൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി. എന്നാ വേണ്ട. ഹായ് ഗേൾസ്, ഹായ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ, സുഖം തന്നെ. ഇങ്ങനൊക്കെ പോന്നു. നിങ്ങളെന്താ ഇത്ര താമസിച്ചേ? ഓ, അതോ, ഇവൾക്കൊരു ഹെയർ ഡ്രസ്സറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നേ, സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട്. ഞാനും അങ്ങ് കൂട്ടത്തിൽ പോയി. ഇന്നിച്ചിരി ഉടുത്തൊഴുങ്ങിയൊക്കെ വരണമല്ലോ. പിന്നെ ഒരു ഷോപ്പിംഗ്. എല്ലാവരുടെയും വിചാരം ഇംഗ്ലണ്ടിൽ മരം കുലുക്കിയ പൗണ്ടാണെന്നാണ് വീഴുന്നത്. എത്ര രൂപ ഈ മാസം ചെലവ്? എന്തായാലും എൻ്റെ വക ഈ പ്രാവശ്യം എല്ലാവർക്കും ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടേ. എന്നതാടി ഗിഫ്റ്റ്? ഓ,
അതോ ആ ഷേർലി തേഴ്സ്ഡേ മാർക്കിന് സാന്റ വന്ന് ഫ്രീ ആയിട്ട് ഗിഫ്റ്റോ ചോക്ലേറ്റോ പൂവോ ഏതാണ്ടോ കൊടുക്കുന്നുണ്ട്. അത് അങ്ങാണ്ട് അയാളെ മണി അടിച്ച് വാങ്ങിച്ചിട്ട് വന്നു. അല്ലാതെ ഇവളുടെ ഒന്നും വല്ല നല്ലത് വല്ലതും കിട്ടുമോ? ഷോ, അതായിരുന്നോ? ഞാൻ വിചാരിച്ചിപ്പോ കനത്തിലെങ്ങാണ്ട് ഏതാണ്ട് കിട്ടുവന്നു. അല്ല, യജമാൻ ഇതുവരെ എത്തിയില്ലേ? ഇല്ലെന്നേ. ഞാൻ ആകെ ടയർഡാണ് ഷോപ്പിംഗ് ചെയ്ത്. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നതാ. നമുക്കൊരു ഇച്ചിരി നേരം ഉറങ്ങിയാലോ? പിന്നല്ലേ, വാ. ഷോ, ആരുടെ ഏടിയാ ഫോൺ അടിക്കുന്നേ? മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഓഫ് ചെയ്യേടിയത്. കന്യകമാരെ, ഇതാ നിങ്ങളുടെ മണവാളൻ എഴുന്നള്ളുന്നു. അവനെ എതിരേൽക്കുവിൻ. യജമാനൻ വന്നു എന്ന് തോന്നുന്നു. എഴുന്നേൽക്ക്, നമുക്ക് അവനെ എതിരേൽക്കാം. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. യജമാനൻ വന്നു എന്ന് തോന്നുന്നു. ഈ കുന്തം കത്തുന്നുമില്ലല്ലോ. നിങ്ങളുടെ ആരെങ്കിലും എണ്ണയുണ്ടോ? എനിക്ക് ഇച്ചിരി തന്നേ. എൻ്റെ കയ്യിലില്ല. ഷോ, ഞാനും എടുത്തില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും എടുത്തു കാണുമെന്ന്. ഞാനും എടുത്തില്ല. ഷോ, ഇനി എന്തു ചെയ്യും നമ്മൾ? നമുക്ക് അവരോട് ചോദിച്ചാലോ? തരുവാണേ നല്ലതായിരുന്നു, രക്ഷപ്പെട്ടേനെ. നീ ചോദിക്ക്, എനിക്ക് വയ്യ. ആവശ്യക്കാര് നമ്മളല്ലേ, ചോദിക്കാം. കുറച്ചെണ്ണ ഞങ്ങൾക്കും കൂടി തരാമോ? ഞങ്ങൾ തിരക്ക് കാരണം എടുക്കാൻ മറന്നുപോയി. വിളക്കൊന്നും കത്തുന്നില്ല. അയ്യോ, ഒന്നും വിചാരിക്കരുതേ. നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇല്ലാതെയായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോയി വാങ്ങിക്ക്. ഒരിച്ചിരി എണ്ണയല്ല ചോദിച്ചത്, അല്ലാതെ നിങ്ങളുടെ വിളക്കൊന്നും അല്ലല്ലോ. അതുപോലും തരാൻ വൈകിയപ്പോൾ നിങ്ങൾ എന്ത് ഉപവാസം പാട്ടും പ്രാർത്ഥനയും ഇട്ടിരുന്നുണ്ട്. യജമാൻ ഇപ്പം വരികയും ചെയ്യും. വാടി എല്ലാവരും, നമുക്ക് വല്ല കടയിലെങ്ങാനും പോയി വാങ്ങിക്കാം. ഇവരോട് കെഞ്ചുന്നതിൽ നല്ലത് അതാ. ലോകത്തെങ്ങും എണ്ണ കിട്ടാത്ത പോലെ അവളുമാരുടെ ഒരു ജാട. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ എന്നോടുകൂടെ മണിയറയിൽ. എന്തിയേ അവരെല്ലാം എന്തിയേ? ആരെയും കാണുന്നില്ലല്ലോ. പണി പാളിയോ? എന്റെ ബലമായ സംശയം യജമാനം വന്നുവെന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. യജമാനെ, ഞങ്ങൾ വന്നു. വാതിലൊന്ന് തുറക്കുവോ? ഹലോ ഹലോ, യജമാനെ, ഞങ്ങളിവിടെ ഉണ്ടേ. ആ വാതിലൊന്ന് തുറക്കൂ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയില്ലെന്നോ? യജമാനെ, ഞങ്ങൾ അങ്ങ് ശാലേ മർത്തമ്മ ചർച്ചിൽ നിന്ന്, സൗത്ത് ആംപ്ടൺ, ഇംഗ്ലണ്ട്, UK. നിങ്ങൾ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എനിക്കറിയില്ല. നിങ്ങളിങ്ങോട്ടൊന്ന് മാറിക്കേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഹലോ ഹലോ യജമാനെ, ഇത് ഞാനാ, മിസ്സിസ് തോമസ് ഫ്രം സേവ്യ സംഘം. ഒന്നോർത്ത് നോക്കിക്കേ. ഐ എം ഷുവർ യു നോ മീ. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയത്തില്ലെന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മറന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് മാറിക്കേ, ഞാനൊന്ന് ചോദിക്കട്ടെ. യജമാനെ, മറ്റുള്ളവരെ പോലല്ല ഞങ്ങൾ. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ചാരിറ്റി പ്രവർത്തനങ്ങൾ, അങ്ങനെ പല പല നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ചുള്ള കാര്യം അങ്ങ് സ്വർഗം വരെ പാട്ടാണ്.
പോളിയല്ലേ ഞങ്ങൾ? സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടേ പോകുവീൻ ഇവിടെ നിന്നും. നിനക്ക് ചോദിക്കണം അറിയാമോന്ന്? ഇനി എന്ത് ചെയ്യാനാ? നമ്മുടെ ഒരുക്കമില്ലായ്മ കൊണ്ട് ഈ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു. വാ, നമുക്ക് പോകാം. നിൽക്കൂ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലും ആയിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. ഏറ്റവും ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥനയിൽ എപ്പോഴും ഉറ്റിരിപ്പീൻ. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. വരൂ, നമുക്ക് നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. എന്നാൽ യജമാനൻ നമ്മളോട് ക്ഷമിക്കുമായിരിക്കും. പിതാവേ, ഞങ്ങൾ പാപികളാകുന്നു. അങ്ങേക്ക് പ്രാധാന്യം തരാതെ ജീവിച്ചത് ഞങ്ങളോട് ക്ഷമിക്കണമേ. നിത്യരാജ്യത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ. യഥാർത്ഥമായി നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും നീതിമാനായ ദൈവം നമ്മുടെ കുറവുകളെ നമ്മളോട് ക്ഷമിക്കും. ഈ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണിയേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കാരുണ്യവാനായ ദൈവം നമ്മളെ അതിനിടയാക്കട്ടെ. വി വിഷ് യു ഓൾ എ വെരി മെറി ക്രിസ്മസ്. താങ്ക് യു.